ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും SITക്കും ഹൈക്കോടതിയുടെ വിമർശനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് എന്തിനെന്നും പിന്നെന്തിനാണ് ദേവസ്വം ബോർഡെന്നും കോടതി ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചില നടപടികളോട് യോജിപ്പില്ല. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു വിമർശനം. സാക്ഷിയാക്കേണ്ട തന്നെ പ്രതിയാക്കിയെന്ന് ഗോവർദ്ധനും കുറ്റം ചെയ്യണമെന്നുദ്ദേശിച്ചല്ല ചെമ്പുപാളി എന്ന് എഴുതിയതെന്ന് A. പത്മകുമാറും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടി. പ്രതികളുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ ജാമ്യാപേക്ഷകളിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു, എന്ത് നിലപാടാണ് കോടതി സ്വീകരിച്ചത്? വിഷ്ണു. ഉന്മേഷ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ ഈ 3 പേരുടെ ജാമ്യാപേക്ഷകളാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുൻപാകെ വന്നത്. 3 പേരും തങ്ങൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല, ആരും മനഃപൂർവ്വമായ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൽ ഗോവർദ്ധൻ വ്യക്തമാക്കിയത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശബരിമലയിലേക്ക് അങ്ങോട്ട് സ്വർണം കൊടുത്തിട്ടുള്ള ആളാണ് താൻ. അവിടെയുള്ള ഇപ്പോഴുള്ള ഈ വാതിൽപ്പടി പോലും അത് താൻ നൽകിയിട്ടുള്ള സ്വർണ്ണമാണ്. പക്ഷേ അത്തരത്തിൽ സ്വർണം നൽകി 1,40,00,000 രൂപ ശബരിമലയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള ആളാണ് താൻ. തന്നെയാണ് ഇപ്പോൾ കള്ളനായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസിലെ സാക്ഷിയാണ് താൻ എന്ന് ഗോവർദ്ധൻ പറയുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ പറയുന്നത് ഈ പിത്തള എന്ന് വെട്ടി ചെമ്പാക്കി മാറ്റി സ്വർണം പൂശി എന്ന പാളിക്ക് പകരം ചെമ്പുപാളി എന്ന് എഴുതി വെച്ചത് മനഃപൂർവ്വം എന്നാണ് പത്മകുമാറിനെതിരെയുള്ള SITയുടെ കണ്ടെത്തൽ. പക്ഷേ അതങ്ങനെയല്ല, മനഃപൂർവ്വം കുറ്റം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചല്ല താൻ ചെയ്തതെന്ന് പത്മകുമാർ വ്യക്തമാക്കുന്നുണ്ട്. അത് അപ്പോഴത്തെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന രീതിയിലാണ് പത്മകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ അത് സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ പ്രാഥമികമായി എടുക്കുകയും ചെയ്തത്. ഒപ്പം ദേവസ്വം ബോർഡിന് അതിരൂക്ഷ വിമർശനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ 3 പേരുടെയും ജാമ്യ ഹർജിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരുകൾ അവിടെ ഇവിടെയായി പരാമർശിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് എന്തിന് എന്ന ചോദ്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്ത് ജോലിയാണ് ദേവസ്വം ബോർഡിനുള്ളതെന്നും കോടതി വളരെ കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, SITക്കെതിരെയുള്ള വിമർശനം സിംഗിൾ ബെഞ്ച് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അന്വേഷണ സംഘത്തിന്റെ നിലപാട് അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ പ്രൊഫഷണലായ രീതിയിലാണ് അന്വേഷണം പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ വീണ്ടും SITക്കെതിരെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ച് വിമർശനം ഉന്നയിക്കുകയാണ്. ചില അറസ്റ്റുകൾ നടക്കാത്തതിലാണ് കോടതിയുടെ വിമർശനം. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചില നടപടികൾ അംഗീകരിക്കാനാകില്ല എന്നും കോടതി പറയുന്നു. നിലവിൽ ഈ 3 പേരുടെയും ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. ഉന്മേഷം, ഇപ്പോൾ ഈ A. പത്മകുമാർ എന്തുകൊണ്ട് അത്തരത്തിൽ രേഖപ്പെടുത്തിയെന്നതൊക്കെ കോടതിയിൽ വിശദീകരിക്കുകയുണ്ടായല്ലോ വിഷ്ണു. അതിനോടൊക്കെ എന്ത് സമീപനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? പ്രത്യേകിച്ച് ഉന്മേഷ്, ഈ കേസിൽ പത്മകുമാറിനെതിരെ ചുമത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് പിത്തളപ്പാളി എന്ന് എഴുതിയിരുന്നത് വെട്ടി ചെമ്പുപാളി എന്നാക്കി. പക്ഷെ അത് യഥാർത്ഥത്തിൽ അത് സ്വർണ്ണപ്പാളിയായിരുന്നു. ആ സ്വർണ്ണപ്പാളി എന്നുള്ള കാര്യം പത്മകുമാറിന് അറിഞ്ഞിട്ടും അത് മനഃപൂർവ്വം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി എന്നുള്ളതാണ് പത്മകുമാറിനെതിരെ SIT ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം, പ്രധാനപ്പെട്ട കണ്ടെത്തൽ. പക്ഷേ പത്മകുമാർ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് അത്തരത്തിലൊരു മനഃപൂർവ്വമായ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് താൻ എഴുതിയതല്ല. ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്ന് സ്വർണം അപഹരിക്കണമോ അല്ലെങ്കിൽ ഇതൊരു സ്വർണ്ണക്കൊള്ള നിലയിലേക്ക് ഇത് കൊണ്ടുപോകണമോ എന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്നാണ് പത്മകുമാർ പറയുന്നത്. അപ്പോൾ സംഭവിച്ചു പോയതാണ്. അത്തരത്തിൽ മനഃപൂർവ്വമാണ് ചെയ്തതാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിക്ക് ചെയ്യാമായിരുന്നല്ലോ എന്ന് കോടതി ചോദിക്കുന്നു. പക്ഷേ എന്ന് പത്മകുമാർ പറയുകയാണ്. പക്ഷേ കോടതി വളരെ ക്ലിയറായി ചോദിക്കുന്നു, ബുദ്ധിപൂർവ്വം കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്നാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ പറഞ്ഞത്. പക്ഷേ അതിന്റെ മെറിറ്റിലേക്കൊന്നും കോടതി ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് SITക്കെതിരെയുള്ള വിമർശനം. എന്തായാലും ഇതിന്റെ ഈ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ കേസിന്റെ കൂടുതൽ മെറിറ്റിലേക്ക് കടക്കാൻ സിംഗിൾ ബെഞ്ച് തയ്യാറായിട്ടില്ല. 3 പേരുടെയും ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേട്ടു. 3 പേരുടെയും ജാമ്യ ഹർജി ശക്തമായി തന്നെ അന്വേഷണ സംഘം എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. വിധി പറയാൻ ജാമ്യ ഹർജി മാറ്റിയിരിക്കുകയാണ്. ആ വിധിപ്പകർപ്പിൽ ഇനി എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗോവർദ്ധനും അതോടൊപ്പം തന്നെ പത്മകുമാറിനെതിരെ അവർ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് SIT നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ ഉണ്ട്. 2 പേർക്കുമെതിരെ നിർണായക കണ്ടെത്തലുകളുണ്ട് എന്ന നിലപാടാണ് SIT സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഇതുവരെ ആർക്കും ജാമ്യം നൽകിയിട്ടുള്ള എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് 3 പേരുടെയും ജാമ്യ ഹർജി വിധി പറയുന്ന ദിവസം അത് അതിനിർണായകമാണ്. ഉന്മേഷം, വിഷ്ണു, ഇപ്പോൾ നേരത്തെ സമാനമായ രീതിയിൽ ഈ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചോദ്യങ്ങൾ, ചില പരാമർശങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് ഈ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്ന സമീപനമായിരുന്നു. ഇന്നും ചില ചോദ്യങ്ങൾ, ചില അറസ്റ്റുകൾ സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ വിമർശന സ്വഭാവത്തിലല്ലേ ഈ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ? വിഷ്ണു,
ഉമേഷ്, ഇതിൽ ഏറ്റവും ആദ്യം ഈ കേസ് സിംഗിൾ ബെഞ്ച്, ഒരു ജാമ്യ ഹർജി സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ വന്നപ്പോൾ സിംഗിൾ ബെഞ്ച് പറഞ്ഞ ആദ്യത്തെ വാക്ക് ബിഗ് ഗൺ ഷാൾ നോട്ട് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദിസ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. അതായത് ഈ കേസിലെ വൻ തോക്കുകൾ ഈ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടരുത്, അന്വേഷണം അവരിലേക്ക് എത്തണം. കേവലം ഉദ്യോഗസ്ഥർക്കിടയിൽ മാത്രമല്ല, അതിന്റെ മേൽഘടകങ്ങളിലേക്ക് നടന്നിട്ടുള്ള ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തണമെന്ന ആദ്യ ഉത്തരവിൽ ഈ സിംഗിൾ ബെഞ്ച് പറഞ്ഞു. രണ്ടാമത്തെ ഉത്തരവ് ഒരു ജാമ്യ ഹർജി പരിഗണിക്കുന്ന ശ്രീകുമാറിന്റെ മറ്റ് ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കോടതി അതിരൂക്ഷ വിമർശനം SIT-ക്കെതിരെ ഉന്നയിക്കുന്നത്. ഒരു പക്ഷേ ആദ്യമായാണ് SIT-ക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു വിമർശനം ഉണ്ടാകുന്നത്. അന്ന് കോടതി പറഞ്ഞത് വമ്പന്മാരിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിനാകുന്നില്ല, അന്വേഷണ സംഘത്തിന് നിലപാടിൽ ചില സംശയങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് മേൽഘടകങ്ങളിലേക്ക് അന്വേഷണം മെല്ലെ പോകുന്നതിലും സിംഗിൾ ബെഞ്ച് വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഈ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് പറഞ്ഞത് അന്വേഷണം വളരെ പ്രൊഫഷണലായ രീതിയിൽ പോകുന്നുണ്ട്, എല്ലാ മുക്കും മൂലയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു, അതിന് കുറച്ച് സാവകാശം വേണം, ആ സാവകാശം ഈ അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്ന നിലപാടാണ് SIT-ക്ക് അനുകൂലമായ നിലപാട് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുണ്ടായി. പക്ഷേ ഇന്ന് വീണ്ടും ഈ പ്രതികളുടെയൊക്കെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി ചൂണ്ടിക്കാണിക്കുകയാണ് ചില അറസ്റ്റുകൾ ഇപ്പോഴും നടന്നിട്ടില്ല, ആ അറസ്റ്റുകൾ നടക്കാത്തത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്, ചില ഉദ്യോഗസ്ഥരുടെ നടപടികൾ SIT-യിൽ ചില ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന ചില നടപടികൾ അത് അംഗീകരിക്കാനാകില്ല, എന്ത് അസംബന്ധമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് തുടങ്ങിയ അതിരൂക്ഷ വിമർശനം സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതായത് സിംഗിൾ ബെഞ്ച് SIT-ക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അന്വേഷണ സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദേവസ്വം ബെഞ്ചാകട്ടെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായും സിംഗിൾ ബെഞ്ചിന്റെ ഇത്തരം പരാമർശങ്ങൾ, SIT-ക്കെതിരെയുള്ള പരാമർശങ്ങൾ, അത് പിന്നീട് രാഷ്ട്രീയ കക്ഷികളൊക്കെ ഏറ്റെടുക്കുകയും അത് SIT-ക്കെതിരെ തിരിക്കാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. അതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി കൂടി സിംഗിൾ ബെഞ്ചിന്റെ വിമർശനങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.